ഒരു സിനിമയുണ്ട് ഷാക്കറെ, അതില് പിന്നെ ഒരു കഥാപാത്രം ചോദിക്കുന്നുണ്ട് ഏട്ടനെ വേദനിപ്പിക്കാണ്ട് കൊല്ലാൻ പറ്റുമോ എന്ന്. അതുകൊണ്ട് അതേപോലെ ഏട്ടനെ വേദനിപ്പിക്കാണ്ട് കൊല്ലുന്നത് പോലെ കാവ്യവൽക്കരിക്കാതെ PM-ശ്രീ നടപ്പാക്കട്ടെ. കർണാടകയിൽ പരിശോധിച്ചോ? ഫണ്ടാണ് പ്രശ്നമെങ്കിൽ ആ ഫണ്ടിന് വേണ്ടി നമ്മൾ നിയമ പോരാട്ടമാണ് നടത്തേണ്ടത്, അല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ PM-ശ്രീ പദ്ധതി അംഗീകരിക്കലല്ല വേണ്ടതെന്ന്. കണ്ടില്ലേ, ഫണ്ടാണ് വേണ്ടതെങ്കിൽ ആ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേസുമായിട്ട് മുന്നിലേക്ക് പോകണം. ഇവിടെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മുൻപത്തെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ സഖാവ് അടക്കമുള്ള ആളുകൾ, ഇടതുപക്ഷത്തിന്റെ അനുഭാവികൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഫണ്ട്, കേന്ദ്രം നമുക്ക് തരേണ്ട ഫണ്ട് നമുക്ക് തരേണ്ടതാണ്, അത് അവരുടെ ഔദാര്യമല്ല, നമുക്ക് അവകാശപ്പെട്ടതാണ്. ആ ഫണ്ട് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അവർ പറയുന്ന എല്ലാ കരാറിലും ഒപ്പിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലാണെങ്കിൽ PM-ശ്രീ ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് തന്നെയായിരുന്നു ഇടതുപക്ഷ സർക്കാർ ഇവിടെ പറഞ്ഞത്. പിന്നെ PM-ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിൽ എന്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ പോയി ഒപ്പിട്ടു എന്നുള്ളൊരു ചോദ്യത്തിനുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, PM-ശ്രീ എന്ന് പറയുന്നൊരു പദ്ധതി വിദ്യാഭ്യാസ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടും വിദ്യാഭ്യാസ മേഖലാ രംഗത്ത് ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളും ഒരുപാട് അത്യാധുനിക സൗകര്യങ്ങളും കൊണ്ടുവരാനും പിള്ളേരുടെ വിദ്യാഭ്യാസ രീതി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുമൊക്കെയാണ് ഒപ്പിട്ടത്. എന്നാൽ ഈ ഒപ്പിട്ടതിന് ശേഷമാണ് ഇത് ശരിക്കും വിദ്യാഭ്യാസ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാനല്ല, വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനും തളർത്താനും വിദ്യാഭ്യാസ രംഗത്തേക്ക് സംഘികളുടെ കാവ്യക്കളസവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടുമുള്ള ഇവരുടെ ഒരു ഉടായ്പാണെന്നും ഇവരുടെ ഒരു ട്രിക്കാണെന്നും മനസ്സിലായത്. എപ്പോൾ അത് മനസ്സിലായോ ആ സമയത്ത് തന്നെ ആ ഒരു PM-ശ്രീ എന്ന് പറയുന്നൊരു പദ്ധതിയുമായിട്ട് ഇടതുപക്ഷ സർക്കാർ മുന്നിലേക്ക് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒപ്പിട്ട ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ഒപ്പിട്ട ആ ഒരു പദ്ധതി അവർ മരവിപ്പിച്ചു. അങ്ങനെ അവർ മരവിപ്പിച്ചു വെച്ചിരുന്ന ഒരു പദ്ധതി പിന്നീട് അധികാരത്തിൽ വന്ന UDF സർക്കാർ വന്ന് 2 മാസങ്ങൾ തികയ്ക്കുന്നതിന് മുൻപ്, എങ്ങനെ പറഞ്ഞാലും എണ്ണി പറഞ്ഞ ഒരു 30 ദിവസം തികയ്ക്കുന്നതിന് മുൻപ് മരവിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ മരവിപ്പിയിലൊക്കെ അങ്ങോട്ട് മാറ്റിയെടുത്ത് അങ്ങോട്ട് കുക്ക് ചെയ്ത് എല്ലാ സാധനവും ഞങ്ങൾക്ക് വേണം, PM-ശ്രീയുടെ ഫണ്ട് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പോയി അങ്ങോട്ട് ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ ഒപ്പിട്ട് കൊടുത്തിട്ട് പിന്നീട് അതിൽ വലിയ ന്യായീകരണങ്ങളായി. ഇടതുപക്ഷ സർക്കാർ ഇതെല്ലാം ഒപ്പിട്ട് കൊടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്മാറാനേ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മെഴുകൽ. അങ്ങനെ മെഴുകുന്ന ഒരു ലീഗ് കള്ളന് നമ്മുടെ അഭിലാഷ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ കൊടുക്കുന്നൊരു മറുപടിയാണ്. അപ്പോൾ PM-ശ്രീ എന്ന് പറയുന്നൊരു പദ്ധതി ഇടതുപക്ഷ സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്ന് ഇവർ പറയുമ്പോൾ, ഇടതുപക്ഷ സർക്കാർ അന്ന് ഒപ്പിട്ട സമയത്ത് ആ ഒരു പദ്ധതിയിൽ ഒപ്പിട്ടു എന്നുള്ളതല്ലാതെ ഒരു സ്കൂളിനെ പറ്റിയുള്ള ലിസ്റ്റ് തയ്യാറാക്കുകയോ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് കേന്ദ്രം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആരുടെ ഇൻറ്റൻഷൻ ആണെന്നും ആരുടെ താല്പര്യാർത്ഥമാണെന്നും ഈ രീതിയിൽ PM-ശ്രീ നടപ്പിലാക്കുന്നതെന്നുമൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. ഇത് ശരിക്കും അങ്ങ് അറബിക്കടലിലേക്ക് PM-ശ്രീ എന്ന് പറയുന്ന പദ്ധതി എടുത്തെറിഞ്ഞിട്ട് നെഹ്റുവിനെയും ഗാന്ധിയെയും പാഠപുസ്തകങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഒരു പൂക്കിക്കള്ളൻ, അല്ലെങ്കിൽ സമുദായം വിറ്റ് ജീവിക്കുന്ന ലീഗ് കള്ളനെ നമുക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു ലീഗ് കള്ളനും എല്ലാവരും പറഞ്ഞ എന്താണ്, ഞങ്ങളങ്ങ് വലിയ രീതിയിൽ അങ്ങ് അറബിക്കടലിൽ മുസല്ലയിട്ട് നോക്കിയാലും കിട്ടാത്ത രീതിയിൽ ഈ PM-ശ്രീ വലിച്ചു കീറി എറിയും എന്നൊക്കെയായിരുന്നല്ലോ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എവിടെയാണ് ആ ലീഗ് കള്ളൻ? ഇപ്പം കാണാനേ ഇല്ല. ഇപ്പോൾ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അഭിലാഷ് മോഹനൻ ഈ ഒരു ലീഗ് നേതാവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെ ചോദിക്കുന്നതും അയാൾ അവിടെ കിടന്ന് ഉരുണ്ട് പറയുന്നതും അതിന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുന്നതും. ഇത് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം KSRTC ബസ്സിനെയും അതേപോലെ തന്നെ സ്വകാര്യ ബസ്സിനെയും ഒക്കെ പൂക്കികൾ അധികാരത്തിൽ വന്ന സമയത്ത് വലിച്ചു കീറുന്നുവെന്നും നമ്മുടെ മേനോൻ സാറിൻ്റെ ടീം വന്നിട്ട് അവരുടെ ഒരു കുടിവെള്ളം അല്ലെങ്കിൽ അവരുടെ അന്നത്തിൽ മണ്ണ് വാരിയിടുന്നു എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടു. അപ്പോൾ അതിൻ്റെ താഴെ ഒരു മകൻ കമൻ്റ് ഇട്ടു. ഏത് അന്തമില്ലാത്തവനാണെന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അവൻ കമൻ്റ് ഇട്ടത് ഇങ്ങനെയാണ്: എടാ അടിമ സഖാവെ, നീ ഇതുകൂടി ഒന്ന് പറയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഞാൻ അവന് തിരിച്ചു കൊടുത്ത മറുപടി എടാ കോമാളി എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ അവന് തിരിച്ചൊരു മറുപടി കൊടുത്തു. അപ്പോൾ അതിൽ അവന് വലിയ രീതിയിൽ കുരു പൊട്ടിയിട്ട് അവൻ എൻ്റെ അച്ഛന് പറയുന്ന രീതിയിലൊരു കമൻ്റ് ഇട്ടു. അപ്പോൾ ഞാൻ തിരിച്ച് അവനെ തള്ളയ്ക്ക് വിളിച്ചു. ഇത് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ പങ്കുവെച്ച് ഞാനത് നമ്മുടെ ഷോർട്സ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിലിട്ട അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലിട്ട വീഡിയോ അവനെ റിപ്പോർട്ട് അടിച്ച് മാറ്റിയിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ കമൻറ്റ് ബോക്സിൽ വന്ന് തന്തയ്ക്ക് വിളിക്കാനാണ് തീരുമാനമെങ്കിൽ തിരിച്ച് തള്ളയ്ക്കും, തള്ളയുടെ തള്ളയ്ക്കും, തന്തയുടെ തന്തയ്ക്കും എല്ലാം വിളിക്കാൻ തന്നെയാണ് എൻ്റെയും തീരുമാനം. അങ്ങനെ നിൻ്റെയൊക്കെ ഊലാമ്പി കാണിക്കുന്നത് കണ്ടുകൊണ്ട് പേടിച്ച് നിർത്തിപ്പോകുന്ന ഒരാളല്ല ഞാനെന്ന് നീയൊക്കെ വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ. പിന്നെ ചെയ്യാൻ പറ്റുന്നത് നിന്നെ കൊണ്ടൊക്കെ പറ്റുന്ന പോലെ അങ്ങ് ചെയ്തോ. എന്ത് തന്നെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ആ ഒരു കമൻറ്റിൽ വന്നിട്ടുള്ളത് പോലെ
പോലെ ഈ നാട്ടിൽ എന്ത് തോന്നിവാസങ്ങൾ ആര് ചെയ്യുന്നോ അവരെ ഞാൻ വലിച്ചു കീറാനായിട്ട് ഈ വീഡിയോയുമായിട്ട് രംഗത്തേക്ക് വരും. എന്തൊക്കെ കാണിച്ച് പേടിപ്പിക്കാൻ ശ്രമിച്ചാലും, എന്തൊക്കെ നിങ്ങളിനി പീരങ്കി കൊണ്ടുവന്ന് എന്നെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും പറയേണ്ടത് ഏതവൻ്റെയും മുഖത്ത് നോക്കി പറയും, ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെയും മുഖത്ത് നോക്കി പറയും, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെയോ അടിമയല്ല ഞാൻ. അതുകൊണ്ട് എനിക്കിനി കമ്മ്യൂണിസ്റ്റിനെ വേണമെങ്കിലും BJP വേണമെന്നുണ്ടെങ്കിലും കോൺഗ്രസിനെ വേണമെന്നുണ്ടെങ്കിലും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എതിർക്കുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് ഒരു നക്കാപ്പിച്ചയും വാങ്ങിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് സാരം. അപ്പോൾ നമുക്ക് എന്തായാലും അഭിലാഷ് മോഹനൻ വലിച്ചു കീറുന്ന മൂരി ഫ്രൈ ചെയ്യുന്നതിന്റെ ബാക്കി കണ്ടുപോക്കാം. അടിവരയിട്ട് താങ്കളുടെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ്, എപ്പോ പ്രതിപക്ഷത്തിരിക്കുമ്പോ ഭരണത്തിലിരിക്കുമ്പോ ഇതെല്ലാം മാറുന്നു, ഇതെല്ലാം വിഴുങ്ങുന്നു. BJP പറയുന്നത് എന്താ? മുസ്ലിം ലീഗിനെ കൊണ്ട് തന്നെ ശ്രീ നടപ്പാക്കിയുള്ള സന്തോഷത്തെക്കാൾ വലുതായി ഒന്നുമില്ല എന്നാണ് BJP പറയുന്നത്. അങ്ങനെ BJPക്ക് രോമാഞ്ചമണിയാൻ, മുസ്ലിം ലീഗിനെ കൊണ്ട് ശ്രീ നടപ്പാക്കിച്ചു എന്ന രോമാഞ്ചമണിയാൻ അവസരം താലത്തിൽ വെച്ച് കൊടുക്കുകയാണ്, കീഴടങ്ങി കൊടുക്കുകയാണ്. ഒരു മുസ്ലിം ലീഗുകാരനെ നാളെ കോഴിക്കോട് തലവേൽപ്പിച്ച് നാലാളുടെ മുഖത്ത് നോക്കി നടക്കാൻ കഴിയോ ഷാക്കിറെ? ലജ്ജ കൊണ്ട് തല കുനിഞ്ഞു പോവില്ലേ? ഇത്ര കാലം പറഞ്ഞത് മുഴുവൻ മാറ്റി പറയുന്ന അവസ്ഥയല്ലേ? ഞങ്ങൾ മാറ്റി പറയുന്നില്ല, ഒരേ സ്റ്റാൻഡിലാണ്. PM3 പദ്ധതിയിൽ കാവ്യവൽക്കരിക്കുന്ന രീതിയിൽ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗം നടപ്പിലാക്കില്ല. എന്നാൽ അത് കേരളീയ വിദ്യാഭ്യാസത്തിന് ഗുണകരമായ രീതിയിൽ ചരിത്രത്തെ വളച്ചൊടിക്കാതെ കാവ്യവൽക്കരണമില്ലാതെ നടപ്പിലാക്കും. നിങ്ങൾ കാത്തിരിക്കും. അതായത് കാവ്യവൽക്കരിക്കാത്ത നിലയിൽ വളരെ നല്ല നിലയ്ക്ക് PMC നടപ്പാക്കും. LDFന്റെ കാലത്തുള്ള പോലെ അല്ലാന്ന് പറയുന്നത്. ഹിസൈനസ് അബ്ദുള്ള എന്നൊരു സിനിമയുണ്ട് ഷാക്കിറെ, അതില് പിന്നെ ഒരു കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ഏട്ടനെ വേദനിപ്പിക്കാണ്ട് കൊല്ലാൻ പറ്റുമോ എന്ന്. അതുകൊണ്ട് അതേപോലെ ഏട്ടനെ വേദനിപ്പിക്കാണ്ട് കൊല്ലുന്നത് പോലെ കാവ്യവൽക്കരിക്കാതെ PMC നടപ്പാക്കട്ടെ. കർണാടകയിൽ പരിശോധിച്ചോ? കണ്ടില്ലേ, കാവ്യവൽക്കരണം നടത്താതെ PM3 ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കുമെന്നാണ് ലീഗ് കള്ളൻ പറയുന്നത്. സമുദായം വിറ്റ് ജീവിക്കുന്ന അടുത്ത ലീഗ് കള്ളൻ വന്ന് മെഴുകാൻ ശ്രമിക്കുന്നത് ആ ഒരു കാര്യം തന്നെയാണ്. അതായത് കാവ്യവൽക്കരിക്കാതെ ഞങ്ങൾ PM3 നടപ്പിലാക്കും. അതെങ്ങനെയാണ് സഹോദര നിങ്ങളത് നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെ എങ്ങനെയാണ് നടപ്പിലാക്കാൻ സാധിക്കുക? ഇടതുപക്ഷ സർക്കാർ ഈ ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ വലിയ പുകിലായിരുന്നു. ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രത്യേക താല്പര്യാർത്ഥമാണ് PM3 എന്ന് പറയുന്നൊരു പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നതെന്നും പിണറായി വിജയൻ ഈ പറയുന്ന സംഖ്യകൾക്ക് വേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്കുന്നതെന്നൊക്കെയായിരുന്നു പല അടിമകളും വന്ന് കിടന്ന് മെഴുകിയത്. അതിൽ ലീഗ്, സമുദായം വിറ്റ് ജീവിക്കുന്ന ലീഗ് കള്ളന്മാരുമുണ്ട്, പൂക്കി കള്ളന്മാരുമുണ്ട്, എല്ലാ ടീംസും ഉണ്ട്. ഇന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അങ്ങ് അടിച്ചമർത്താമെന്നും അവരെ അങ്ങ് അടിമയാക്കി വെക്കാമെന്നും തീരുമാനിക്കുന്ന അത്തരത്തിൽ തീരുമാനമുള്ള പല ആളുകളും നമ്മുടെ ഈ കേരളത്തിലുണ്ട്. അപ്പോൾ PM3 എന്ന് പറയുന്നൊരു പദ്ധതി ഒരിക്കലും നടപ്പിലാക്കില്ല എന്നും ആ ഒരു പദ്ധതി നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളെ മാറ്റി ഇവിടെ LDF തന്നെ ഭരണത്തിൽ വരണമെന്നൊക്കെ ആയിരുന്നു നമ്മുടെ മേനോൻ സാറിൻ്റെ ടീംസ് പറഞ്ഞത്. അതായത് പിണറായി വിജയനാണ് എല്ലാം ചെയ്യുന്നത്, ഞങ്ങളിത് ഒരിക്കലും ചെയ്യില്ല. നെഹ്റുവിനെ താഴെ ഇറക്കുന്ന, ഗാന്ധിയെ താഴെ ഇറക്കുന്ന പാഠപുസ്തകങ്ങളിലേക്ക് ഗാന്ധിയും നെഹ്റുവും ഒക്കെ പതിയെ കയറി വരും, അതിന് വേണ്ടിയിട്ട് കോണിയിട്ട് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ മെഴുകിയത്. ഇന്ന് ഞാൻ കണ്ട വേറെ പോസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. PM3യിൽ മുന്നോട്ട് ഏതൊക്കെ സ്കൂളുകൾ നടപ്പിലാക്കണമെന്ന് അല്ലെങ്കിൽ ഏതൊക്കെ സ്കൂളിൽ നടപ്പാക്കണമെന്ന് സർക്കാർ തീരുമാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അടൂർ പ്രകാശ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകേണ്ട ഫണ്ട് വാങ്ങിയെടുക്കുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. അതായത് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കേണ്ട ഫണ്ട് അത് നമുക്ക് വാങ്ങിയെടുക്കാൻ ഈ ഒരൊറ്റ രീതിയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു രീതിയെ സമീപിച്ചിരിക്കുന്നതെന്നാണ് അടൂർ പ്രകാശ് സാറ് പറയുന്നത്. ഇതല്ലാതെ അവരുടെ മുന്നിൽ പോയി ഷൂ നക്കി കൊടുത്തിട്ട് അവരുടെ ഫണ്ട് മേടിക്കുന്ന രീതിയല്ല എന്നായിരിക്കും അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇടതുപക്ഷ സർക്കാർ ഇത് ഒപ്പിട്ട് കൊടുത്തത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇത് ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളൊരു ലക്ഷ്യത്തിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിന് കുറച്ചധികം താല്പര്യങ്ങളുണ്ടായിരുന്നു. ആ താല്പര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായ ആ ഒരു ഞൊടിയിടയിൽ ആ ഒരു നിമിഷം തന്നെ ഇങ്ങനെ ഞങ്ങൾക്ക് ഈ ഫണ്ട് കിട്ടേണ്ട ആവശ്യമില്ല, ഒരുത്തൻ്റെയും അടിമയായിട്ട് നിന്ന് അവരുടെ ഷൂ നക്കി കൊടുത്തിട്ട് ഈ ഫണ്ട് വാങ്ങിയെടുക്കേണ്ട ആവശ്യകത ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാമെന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തോടു കൂടി ആ പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ല. ഒപ്പിട്ട് കൊടുത്തു, ശരി തന്നെയാണ്, പക്ഷേ ഒപ്പിട്ടെങ്കിലും ആ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് തന്നെയായിരുന്നു ഇടതുപക്ഷ സർക്കാർ എടുത്ത നിലപാട്. ആ നിലപാടിനപ്പുറത്തേക്ക് ഇനി ഇൻ കേസ് ആ PM3 എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കേണ്ടി വരികയാണെങ്കിൽ കാവിക്കളസവൽക്കരണം ഇവിടെ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. എന്തുകൊണ്ടാണ്?
കാവ്യകളസവൽക്കരണം എന്ന് പറയുമ്പോൾ സവർക്കറുടെയും മറ്റ് പല നമ്മുടെ ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെയൊക്കെ വലിയൊരു ധീരയോദ്ധാവായിട്ടൊക്കെ ഇവരുടെ ചരിത്ര പുസ്തകങ്ങളിലേക്ക് കയറി വരും. അങ്ങനെ വരുന്നതിനെ ഞങ്ങൾ സമ്മതിക്കില്ല എന്നും ചരിത്ര പുസ്തകങ്ങളിലുള്ള ഏടുകൾ തിരുത്താനായിട്ടോ ചരിത്രങ്ങൾ തിരുത്തി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായിട്ട് തെറ്റിദ്ധരിപ്പിക്കാനായിട്ടും ഒന്നും ഞങ്ങൾ സമ്മതിക്കത്തില്ല, അതിന് കൂട്ടു നിൽക്കില്ല എന്നുമൊക്കെ ആയിരുന്നു ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷ സർക്കാരിൻ്റെ അനുഭാവികളും ഒക്കെ പറഞ്ഞത്. പക്ഷെ അന്ന് ഇടതുപക്ഷ സർക്കാരൊക്കെ ഇത് പറയുമ്പോൾ വലിയ പ്രശ്നങ്ങളായിരുന്നു. ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു, ഇനി ഞങ്ങൾ അതുമായിട്ട് മുന്നിലേക്ക് പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മെഴുകലായിരുന്നു. പക്ഷെ ഒരു സ്കൂൾ പോലും ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചിരുന്നില്ല PM ശ്രീ നടപ്പിലാക്കാൻ. ഇന്ന് അധികാരത്തിൽ വന്നിരിക്കുന്ന നമ്മുടെ മേനോൻ സാറിൻ്റെ ടീംസാണ് സ്കൂളുകളെ പറ്റി തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്ത് ഒരു സ്കൂളുകൾ പോലും തീരുമാനിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം ഇന്ന് തെളിയുകയാണ്. ഇടതുപക്ഷ സർക്കാർ പറഞ്ഞ പല കാര്യങ്ങളും തന്നെയായിരുന്നു സത്യമെന്നും ഇന്ന് തെളിയുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്താണ് മേനോൻ സാറിനും മേനോൻ സാറിൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾക്കും മെഴുകാനായിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ളതെന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞ് ഏതൊക്കെ രീതിയിൽ മെഴുകിയാലും അത് നിങ്ങൾ കാണിച്ചു വെച്ചതാണെന്ന് ഞങ്ങൾ എല്ലാവരോടും പറയും. അത് പറയുമ്പോൾ വിമുഖത ഉണ്ടായതുകൊണ്ടോ മറ്റുള്ള പല കാര്യങ്ങളും കൊണ്ട് വന്നതുകൊണ്ടോ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനും പോണില്ല.